ഒരു വ്ളോഗിൽ കുറേ വിശേഷങ്ങളും കുറേ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ടാണ്. എല്ലാവർക്കും കുറച്ച് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതേ സമയം രാവിലെ ഒരു 5:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു 6:45 7 മണിക്കുള്ളിലെങ്കിലും ഇറങ്ങണമെന്ന് ഹസ്ബൻഡ് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതിന് വേണ്ടിയിട്ട് രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞു ഫ്രഷായി. പിന്നെ പെട്ടെന്ന് റെഡി ആവുകയാണ്. പിന്നെ കുറച്ച് പങ്ക്ച്വാലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം 7:45 മണിയായി കേട്ടോ. അതിന് കുറേ വഴക്കും കിട്ടി ഹസ്ബൻഡിൻ്റെ നിന്ന്. പിന്നെ ഞങ്ങൾ നേരെ ഗണപതി അമ്പലത്തിൽ തൊഴാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആൽത്തറയിൽ നടയ്ക്ക് പൈസ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. തലേദിവസം ഫുള്ള് മഴയായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല സൂപ്പർ മഴയായിരുന്നു. രാവിലെയും നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പം പോകുന്ന കാഴ്ചകൾ നല്ല രസമാണ് കാണാൻ. ഈ ഒരു സമയത്തൊക്കെ ഞാൻ വോയിസ് കറക്റ്റായിട്ട് കട്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ അടിനാശ വെള്ളപ്പൊക്കമാണ് കേട്ടോ. കാരണം മോൻ നേരെ വണ്ടി ഓട്ടിക്കാത്തതിന് ഹസ്ബൻഡിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കിട്ടുന്നുണ്ട്. അവൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചാണ് ഓട്ടിക്കുന്നതെന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഒരു ലൈറ്റായിട്ടൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കോഫി ഹൗസിൽ കയറി. ചായയെല്ലാം ഞാനും മോനും വിത്തൗട്ട് കോഫിയാണ് കുടിച്ചത്. ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പം എന്താ വെഞ്ഞാറമൂട് പെരപ്പങ്കോട് ക്ഷേത്രത്തിലൊക്കെ പോയതിൻ്റെ വ്ളോഗ് നമ്മൾ ഇതിന് മുമ്പേ ഒരു ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കാണുന്ന അപ്പുറത്തെ വഴി കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എൻ്റെ സ്ഥലം നെടുമങ്ങാടെത്തും. പക്ഷേ നമ്മളിപ്പം തിരുവനന്തപുരം റൂട്ടായതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ആ വഴിയിലും കുറേ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മുടെ പ്രസിദ്ധമായ കോളേജാണ് MG കോളേജ്. അപ്പം അതിൻ്റെ ഒരു നടയിൽ കൂടാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത്. കുറേ നല്ല ആൾക്കാരും കുറേ പ്രസിദ്ധരൊക്കെ പഠിച്ചത് നമ്മളെ ലാലേട്ടനൊക്കെ ഇവിടാണ് കേട്ടോ പഠിച്ചത്. അങ്ങനെ ആ ഒരു വഴിയൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായാലും സിറ്റിയിലോട്ട് കയറുമ്പോൾ നമുക്ക് എന്തോ ഒരു വേറൊരു വൈബാണ് കേട്ടോ. പക്ഷേ വൈബെന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. നമുക്കങ്ങോട്ട് പോകാനൊക്കെ തന്നെ ഭയങ്കര പാടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് PMGയിലുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് GV രാജ സ്പോർട്സ് സ്കൂളാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി, എൻ്റെ ഒരു സ്കൂൾമേറ്റ് ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല വലിയ കായിക താരങ്ങളൊക്കെ വാർത്തെടുത്ത സ്ഥലമാണ്. പിന്നെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻ ആർട്സ് കോളേജിൻ്റെ നടയിൽ കൂടെയാണ് കേട്ടോ. കലാകാരന്മാരുടെ സൃഷ്ടിയൊക്കെ നല്ല വികസിപ്പിച്ചെടുത്ത ഒരു നല്ല സ്ഥലം. പിന്നെ ദേ കല്യാൺ സിൽക്സ് കണ്ടു. അതൊക്കെ കഴിഞ്ഞതേ പാളയം പള്ളി. ഇവിടെയാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും തെളിവെന്ന് പറയുന്നത്. മോസ്ക് ഇവിടെ ഉണ്ട്, അതുപോലെ ചർച്ച ഉണ്ട്, പിന്നെ ഗണപതി ക്ഷേത്രമുണ്ട്. ഇവിടെ തന്നെ ഇത് 3ഉം അടുത്തടുത്താണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കണ്ണിമേറ മാർക്കറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രം പുതുക്കി പണിതതാണ്. പിന്നെ നമ്മൾ പോകുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ നടയിൽ കൂടെ, പിന്നെ നമ്മൾ VJT ഹാളിൻ്റെ നടയിൽ കൂടെ എല്ലാം പോവാണ്. ഇങ്ങനെ ഈ യു ടേൺ എടുത്ത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ആ ഒരു ക്ഷേത്രത്തിലോട്ട് പോകണമെങ്കിൽ. പിന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു അടിപൊളി സ്റ്റേഡിയമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. അത് ഇതിലെ കൂടെ തന്നെ നമ്മൾ പാസ് ചെയ്തേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്നത് നമ്മുടെ നിയമസഭാ മന്ദിരമാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ തൊട്ട് ചേർന്നാണ് കേട്ടോ അമ്പലം. പണ്ട് ഞാൻ നിയമസഭാ മന്ദിരത്തിനകത്ത് വന്നിട്ടുണ്ട്. കാരണം ലോകായുക്ത കോടതി പോകുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ കോടതി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ മിക്കവാറും വ്യാഴാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഫ്രൂട്ട് സ്റ്റാൾ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തതാണ്. പിന്നെ നമുക്ക് വെറ്റിലെ നാരങ്ങയും മാലയും വാങ്ങി വെക്കണമായിരുന്നു. പിന്നെ നാരങ്ങ വിളക്ക് കത്തിക്കണമായിരുന്നു. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കുന്നത് ശരിയല്ല. അങ്ങനെ തൊഴുതു. പുറത്തിറങ്ങിയപ്പോൾ കൊണ്ട് 3 പൂച്ച കുഞ്ഞുങ്ങൾ കേട്ടോ. നല്ല കുഞ്ഞ്, നമ്മുടെ ചുട്ടുമണി വീട്ടിലുള്ള കുഞ്ഞൂസിനെ പോലത്തത് 3 മോളാണെങ്കിൽ ഇതിനെ കണ്ടപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അതിനെ തടവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെന്തായാലും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ആറ്റാൽ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നല്ല നട്ടുച്ച വെയിലായി വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ചൂടായിട്ട്, വെയിലിന് നല്ല ചൂടുണ്ട്. സമയം ഒരു 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടികപ്പിയാലെ കൂട്ടമണി ഷൂട്ട് ചെയ്ത് നമ്മുടെ ഹോസ്റ്റൽ
ബോയ്സ് ഹോസ്റ്റൽ. അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു വഴിയിലാണ് കേട്ടോ എൻ്റെ സീനിയറിൻ്റെ വീട്. അതൊക്കെ ഇപ്പം പുതുക്കി പണിത് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ഈ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് എന്തോ ഒരു പണ്ട് നമ്മൾ പോയ ആ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. അമ്പലത്തിലെത്തിയപ്പം ഇവിടെ ഡാൻസോ പരിപാടികളൊക്കെ നടക്കുകയാണ്. പിന്നെ ദേവീക്ഷേത്ര സന്നിധിയിൽ എപ്പോഴും പരിപാടിയാണല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് ഫോട്ടോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളിവിടെ ഒരു റോസാപ്പൂ ഹാരമൊക്കെ മേടിച്ച് വെച്ചു, പ്രാർത്ഥിച്ചു, നല്ലോണം പ്രാർത്ഥിച്ചു. ഉച്ചശീവേളി സമയവും നിവേദ്യ സമയമൊക്കെ ആയിരുന്നു. നട അടച്ച് തുറന്നതിന് ശേഷം പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. പിന്നെ ഈ കുളത്തിൻ്റെ അടുത്ത് കുറേ സമയം നിന്ന് വീഡിയോ എടുത്തു. ഇവിടെ ആമയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കുളത്തിൽ. അങ്ങനത്തെ നമ്മളിനി ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. ലുലുവിൽ പോകുന്നതിന് വേറൊരു വിശേഷമുണ്ട്. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഏകദേശം ഒരു 9-10 മാസം ആയിട്ടുണ്ട്, ലുലു നടത്തിയ ഒരു പായസം കോമ്പറ്റീഷനിൽ എനിക്ക് 3rd പ്രൈസ് ഉണ്ടായിരുന്നു. പടവലങ്ങയും കടലപ്പരിപ്പും വെച്ചിട്ടൊരു പായസമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം അന്ന് നമുക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂപ്പൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ, ഒരു പ്രിവിലേജ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇനിയിപ്പം 1 വർഷം ആകാറായി, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയാൽ പിന്നെ അത് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ എങ്കിൽ പിന്നെ പോയി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ലുലുവിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അടി ഒന്നും നടക്കത്തില്ല, പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. അതിനകത്ത് കയറിയ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മോൻ പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാം. ഈ ഒരു വഴി എന്ന് പറയുന്നത് ആക്കുളം ലേക്കാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ സംസം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ, അവിടെ കയറിയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അപ്പം ഞങ്ങൾ പിന്നെ അൽഫാമും മന്തി റൈസും, അപ്പം ഞാനും മോനും വീറ്റ് പൊറോട്ടയാണ് ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയാണ് നമ്മൾ ലുലുവിലോട്ട് കയറുന്നത്. ഭയങ്കര തിരക്ക്. പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു ഇന്നും നാളെയും മറ്റന്നാൾ, അതായത് ശനിയും ഞായറും തിങ്കളും ഇവിടെ ഡിസ്കൗണ്ട് സെയിലെങ്ങാണ്ട് നടക്കുവാണ്. നമ്മളിതൊന്നും അറിയാതെയാണ് പോയത്. ആ ഒരു സ്ഥലത്ത് നമ്മൾ കയറി ചെന്നപ്പോൾ ഉണ്ട് ആലിസ് ഇൻ വണ്ടർലാൻഡ് കയറിയതുപോലെ, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, വേറെ ഒരു സ്ഥലത്തോട്ട് ഏതോ ഒരു ലോകത്ത് ചെന്നതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാണ്, ഞാനിതിപ്പോൾ ആദ്യമായിട്ടല്ല 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പം പോകുന്നതുകൊണ്ടൊക്കെ ഈ ഒരു സമയത്ത് ആയതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. സ്ഥിരം വരുന്നവർ അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ പോയി മേടിച്ചിട്ട് അങ്ങ് പോകും. അപ്പം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു ബുള്ളറ്റ് മിക്സി മേടിക്കണമെന്നുള്ളത്. അങ്ങനെ അതാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് വന്നത്. അപ്പം ഇത് പാനസോണിക്കിൻ്റെ അടുത്ത്, അപ്പോൾ അവർ പറഞ്ഞ് നല്ല മൂവിങ് ആയിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെ അതെടുത്തു, പാക്ക് ചെയ്തു. പിന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. കാല് കഴിച്ചിട്ട് വയ്യാതെ ഈ സോഫയ്ക്കകത്തൊക്കെ പോയി അങ്ങ് ഇരുന്ന് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത കാലുവേദനയായിപ്പോയി. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അവർ അപ്പൻ്റെ അമ്മയുടെയും കൂടെയും അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെയൊക്കെ വരുമ്പോഴത്തേക്കും രാവിലെ വന്നാൽ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് തോന്നുന്നു. ഈ ഗെയിമൊക്കെ പലതരം ഗെയിമൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടും അതിനകത്ത് കയറിയൊക്കെ ഇങ്ങനെ നിൽക്കും. നമ്മൾ പിന്നെ നമ്മുടെ മക്കൾക്ക് ആ ഒരു പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. കുറേ സമയം നമ്മളിതിൻ്റെ അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് കേട്ടോ. ഇവിടെ എന്തായാലും ഇരിക്കാൻ ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ചോട്ടിൽ അങ്ങ് കാലുവേദന എടുത്ത് ഇരുന്നു. ഇവിടെ പിന്നെ അങ്ങനെ പുറത്തും ഒരു ബെഞ്ചോ അല്ലെങ്കിൽ കസേരയോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അങ്ങനെ അതുവഴി നമ്മൾ ഇറങ്ങി പോവാണ്. ഇനി താഴെ ഗ്രോസറിയിലും ചെന്ന് കുറച്ച് പൈസയും കൂടെ ബാലൻസ് ഉണ്ട്, അവിടെയും ചെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായിപ്പോയി. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുറേ കുട്ടികളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഈ കുഞ്ഞു കുട്ടികളാട്ടോ ഇപ്പോൾ കണ്ടില്ലേ അതിനകത്തിരുന്ന് പോകുന്നത്, ആ ട്രോളിയിൽ അവരെ എൻജോയ് ചെയ്യുന്നത്. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നു പിള്ളേരെ ആകർഷിക്കാനേ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ അവിടെയൊക്കെ ചെന്നു, പിന്നെ പച്ചക്കറിയുടെ അവിടെ ചെന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെ സൈസിലാണ് ഫിഷൊക്കെ മീറ്റും എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, മസാല പുരട്ടി വെച്ചേക്കുന്നത്, എല്ലാ ടൈപ്പ് മസാലയും പുരട്ടി വെച്ചിട്ടുണ്ട്. മീനുകളായാലും എന്തൊക്കെ തരം മീനുകളാണ്, നമ്മൾ കേട്ടിട്ടില്ലാത്ത സൈസ് മീൻ വരെ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്തുവാ എന്നും കുറേ കൊഴിയാള അല്ലെങ്കിൽ പാര, അയല, നെത്തോലി ഇതൊക്കെ ഉള്ളൂ. ഇവിടെ വന്ന് നിന്നപ്പം എന്തൊക്കെയോ സൈസ് മീനുകൾ, നമ്മുടെ നാടൻ മീനുകളും ഒക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി പൈസയ്ക്ക് അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പം ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാറ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ആ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.